തിരുവചനം തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്ന ഭാഗമാണിത്. തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ചെയ്ത വലിയ അത്ഭുതമായ ലാസറിനെ മരണത്തിൽ നിന്നും കരം പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തിരുവചന ഭാഗം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും പ്രതീക്ഷയോടെ നീ ഇടപെടുമെന്ന പ്രത്യാശയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണേ. തിരുവചനത്തിൻ്റെ അർത്ഥവും ആഴവും അറിയുവാൻ ആത്മാവിൻ്റെ വെട്ടം തരണേ. ആമീൻ. ബൈബിൾ എടുക്കണം. യോഹന്നാൻ 11:38-44. ഇതൊരു ഭംഗിയുള്ള തിരുവചന എപ്പിസോഡാണ്. ഈശോ ലാസറിൻ്റെ വീട്ടിൽ വന്ന് ലാസറിനെ ഉയർപ്പിക്കുന്ന ഭാഗം. ഇതതിൻ്റെ അവസാന ഭാഗമാണ്. ഇതിന് മുമ്പ് സംഭവങ്ങളുണ്ട്. ലാസറിൻ്റെ മരണം, അപ്പോൾ നമുക്കും പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമായുടെ വിശ്വാസ പ്രഖ്യാപനം, ഈശോ വീട്ടിൽ വരുന്നത് 4 ദിവസം കഴിഞ്ഞിട്ട്, മരിച്ചതിൻ്റെ 4-ാം പക്കമാണ് ഈശോ വീട്ടിൽ വരുന്നത്. അവിടെ വന്ന് ഈശോ കരയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈശോ പറയുകയാണ്, അവനെ എവിടെ അടക്കിയിരിക്കുന്നത്, എനിക്ക് കല്ലറ കാണണം എന്ന് പറഞ്ഞ് മർത്തായെയും മറിയത്തെയും ബാക്കിയുള്ളവരെയും ഒക്കെ കൂട്ടി ഈശോ കല്ലറയുടെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. അവിടെ ഈശോ ആദ്യം നെടുവീർപ്പിടുകയാണ്, നൊമ്പരപ്പെടുന്നു. നൊമ്പരപ്പെട്ട് കഴിഞ്ഞിട്ട് മർത്തായോട് പറയുന്നു, മർത്ത, നീ ആ കല്ലെടുത്ത് മാറ്റും. ഉടനെ മർത്തായുടെ കോമൺ സെൻസ് മറുപടി, ഈശോയ്ക്ക് അറിയാൻ മേലെങ്കിൽ മനസ്സിലാക്കിക്കോ, കല്ലൊന്നും മാറ്റാൻ പറ്റില്ല, ഈ സമയത്ത് ദുർഗന്ധമായി കഴിഞ്ഞിരിക്കും, അതുകൊണ്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്. അപ്പോൾ ഈശോ പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. എന്നിട്ട് ഈശോ ഒരു ഭംഗിയുള്ള പ്രാർത്ഥന, കല്ലറയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഈശോ നടത്തുന്ന 1-ാം തരം പ്രാർത്ഥന, നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് മാതൃകയാക്കാവുന്ന ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് ഈശോയുടെ പ്രഖ്യാപനം, ലാസറിൻ്റെ വിമോചനം കെട്ടുപൊട്ടിക്കുന്നു, മരണത്തിൻ്റെ പാപത്തിൻ്റെ കെട്ടുപൊട്ടിക്കുന്ന വിമോചനം. ഇത്രയും കാര്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗം. ഞാനിതിനെ 4 വാക്കുകളായിട്ട് ചുരുക്കുകയാണ്. ഇതിൽ പക്ഷേ വലിയ ദൈർഘ്യമുള്ള ഒരു ടോക്കാകാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ ഈ 4 വാക്കുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകണം. 1-ാമത്തെ വാക്ക് ദൈവത്തിൻ്റെ കരുണ, 2-ാമത്തെ വാക്ക് വിശ്വാസം, 3-ാമത്തെ വാക്ക് പ്രാർത്ഥന, 4 വിമോചനം. ഒന്നുകൂടെ 4 വാക്കുകൾ പഠിക്കണം. ഇത് മുഴുവൻ കഴിഞ്ഞാലും ഈ വാക്കുകളെങ്കിലും മനസ്സിൽ കിടക്കട്ടെ. 1-ാമത്തത് ദൈവത്തിൻ്റെ കരുണ, 2 വിശ്വാസം, 3 പ്രാർത്ഥന, 4 വിമോചനം. 1-ാമത്തത് ദൈവത്തിൻ്റെ കരുണ. അത് ലളിതമാണ്, അത്രയേ ഉള്ളൂ. നമ്മൾ നൊമ്പരപ്പെടുമ്പോൾ നമ്മുടെ ചാരത്തിരുന്ന് അവനും കണ്ണീര് വാർക്കുന്നുണ്ട്. അതെന്തൊരു ആശ്വാസം നൽകുന്ന വാക്കുകളാണ്. ഈ ലാസറിൻ്റെ ശവകുടീരത്തെങ്കിൽ നിന്നുകൊണ്ട് ഈശോ കരയുന്നത്, അവൻ നെടുവീർപ്പിടുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു കുളിർമഴ പെയ്യുന്നുണ്ട്. മർത്തായുടെയും മറിയത്തിൻ്റെയും കണ്ണീരിനൊപ്പം ഈശോയും കണ്ണീര് വാർക്കുന്നു. ദൈവം നൊമ്പരപ്പെടുന്നുണ്ട്. ചില മനുഷ്യരൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഈ കൊടിയ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്തിയേ? നമ്മൾ കേട്ടിട്ടുള്ള ഒരു സ്ഥിരം കഥയുണ്ടല്ലോ, ദൈവം എവിടെ? കൈ ചൂണ്ടിക്കാണിക്കണം. എങ്ങോട്ട്? കുരിശിലേക്ക്. ദൈവവും നമ്മോടൊപ്പം നൊമ്പരപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അത് വലിയ ആശ്വാസം നൽകുന്ന ചിന്തയാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ സഹന നേരങ്ങളിൽ, വീട്ടകങ്ങളിൽ മരണത്തിൻ്റെ കരിനിഴൽ വീഴുമ്പോൾ, രോഗത്തിൻ്റെ കണ്ണീര് പൊഴിയുമ്പോൾ, സാമ്പത്തിക ക്ലേശങ്ങളുടെ ആവലാദികളുടെ നിലവിളികൾ ഉയരുമ്പോൾ, അവിടെയൊക്കെ ദൈവം നമുക്ക് കൂട്ടിരിപ്പുണ്ട്, കൂടെയുണ്ട് എന്ന് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ വിശ്വസിക്കണം. 2-ാമത്തിലേക്ക് പോവാണ്, വിശ്വാസം. വിശ്വാസത്തിൻ്റെ പതിവ് ചിന്തകളെ മാറ്റുന്ന, അതിനെ തകിടം മറിക്കുന്നില്ല, എന്നാൽ അതിലേക്ക് സപ്ലിമെൻ്റ് ചെയ്യുന്ന
കൂട്ടിച്ചേർക്കപ്പെടാവുന്ന കുറേയേറെ നന്മയുള്ള പുതുമയുള്ള ചിന്തകൾ ഈശോ തരുന്ന ഭാഗമാണിത്. പ്രത്യേകിച്ച് ആദ്യത്തെ ഭാഗം. ഈശോ എന്താ മർത്തായോട് പറഞ്ഞത്? ഈശോ പറഞ്ഞത് കല്ല് ഉരുട്ടി മാറ്റ്. ഉടനെ മറുപടി, അകത്ത് ദുർഗന്ധമാണ്. 4 ദിവസമായി. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണി? ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാവുന്ന അത്ഭുതമൊക്കെ ചെയ്താൽ മതി. അങ്ങനത്തെ അസ്വസ്ഥതകളൊന്നും ഉണ്ടാക്കണ്ട. നമുക്കും പറ്റുന്ന അപകടമാണ്. ഈ വിശുദ്ധ വാരമൊക്കെ ആയി, ഓശാന ഞായറാഴ്ചത്തെ ഭംഗിയുള്ള ഒരു തിരുക്കർമ്മമുണ്ട്. വിശുദ്ധ വാരത്തിൻ്റെ കർമ്മങ്ങളൊക്കെ നമുക്കേറെ ഇഷ്ടപ്പെടും. വളരെ റിച്ചാണ്. സമ്പന്നമായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട് നമ്മുടെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിൽ. ഓശാന ഞായറാഴ്ച എൻ്റെ കുഞ്ഞുനാളിൽ 7-8 വയസ്സൊക്കെ ഉള്ളപ്പോഴുള്ള ഓശാന കർമ്മങ്ങൾ ഓർക്കുകയാണ്. നമുക്ക് ഓശാന ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഒറ്റ ആഗ്രഹമുള്ളൂ, എന്താണ്? നല്ല ഓല കിട്ടണം. അത് നല്ല ഉയരവും ആരോഗ്യമുള്ള ഓല കിട്ടണം. നമ്മൾ തക്കം നോക്കിയിരുന്ന് അച്ഛൻ്റെ കയ്യിൽ നല്ല ബലമുള്ള ഓലയുടെ കെട്ട് വരുമ്പോൾ നമ്മൾ പോയി ഓല വാങ്ങിക്കുന്നു. പിന്നെ നമ്മുടെ തത്രപ്പാട് എന്താണ്? എത്തിക്കുത്തി നിൽക്കുകയാണ്. കാരണം എൻ്റെ ഓലയ്ക്കാട് ഹൈറ്റ് കൂടുതലെന്ന് കൂട്ടുകാരെയൊക്കെ കാണിക്കണം. നിങ്ങൾ ഓർക്കരുത്, ഈ പ്രായത്തിലല്ല ഇതൊക്കെ. 7-8 വയസ്സുള്ളപ്പോൾ കാണിച്ചിരുന്നതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണത്? കുരുത്തോല പ്രദക്ഷിണം. നമ്മൾ കാര്യമായിട്ട് എല്ലാവരും കൂടെ പള്ളിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പള്ളി ചുറ്റി കുരുത്തോല പ്രദക്ഷിണമുണ്ട്. കുരുത്തോല പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ച് അകത്ത് കയറുമ്പോൾ സാധാരണ പോലെ നമ്മൾ ചുമ്മാ അങ്ങോട്ട് ഈസി വോക്ക് അല്ല അകത്തേക്ക്, പള്ളിക്കകത്തേക്ക്. പിന്നെന്താ? എല്ലാവരും പള്ളിയുടെ മോണ്ടളത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കും. അവസാനം അച്ഛൻ വരും. അച്ഛൻ വന്നിട്ട് അന്ന് അച്ഛൻ്റെ വക ഒരു സ്പെഷ്യൽ പ്രകടനമുണ്ട്. എന്താ അച്ഛൻ ചെയ്യുന്നത്? അച്ഛൻ വന്നിട്ട് ഈ കുരിശ് എടുത്ത് കയ്യിലോട്ട് പിടിച്ചിട്ട് അച്ഛൻ്റെ ഒരു ഡയലോഗുണ്ട്, വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ. അപ്പം നമ്മൾ ഞെട്ടുകയാണ്, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്? കൗതുകത്തോടെ കാണുകയാണ്. ആദ്യ കാഴ്ചയാണത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ആ വാതിലിട്ട് ഒരൊറ്റ മുട്ട്. വല്ല സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അച്ഛൻ ചമ്മി നിപ്പുണ്ട്. അച്ഛൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല. 2ാമത്തെ പ്രാവശ്യം വീണ്ടും ഇതെടുത്ത് മുട്ടുന്നു. ഒന്നും സംഭവിച്ചില്ല. പിന്നെയും ചമ്മി. എന്നാൽ വികാരി അച്ഛന് വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല. അച്ഛൻ ആ കാപ്പയുടെ കൈയൊക്കെ അങ്ങോട്ട് വലിച്ചു കയറ്റിയിട്ട് 3ാമത്തെ വട്ടം പിച്ചൊന്ന് കയറ്റി സ്വരം ഒന്ന് ഉയർത്തി പറഞ്ഞു, വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു. ഠും മുട്ടി. ദേ അത്ഭുതം. ദേവാലയത്തിൻ്റെ വാതിൽ 2ആയി മലർക്കെ തുറക്കുന്നു. എൻ്റെ വികാരിച്ചന് മന്ത്രം അറിയാവോ? ഇതെങ്ങനെ ഇപ്പം സംഭവിച്ചത്? വികാരിച്ചൻ നല്ല സ്റ്റൈലിൽ പള്ളിയകത്തേക്ക് കയറുന്നു. ആളുകളൊക്കെ പാട്ടും പാടി പ്രാർത്ഥിച്ച് പള്ളിക്കകത്തേക്ക് കയറുന്നു. ഈ 7 വയസ്സുകാരൻ ബാലൻ ഞെട്ടി നിൽക്കുകയാണ്. ഇപ്പം എന്താ സംഭവിച്ചത് ഇവിടെ? ഇതിൻ്റെ കാരണം അറിയണമെങ്കിൽ ഉടനെ എങ്ങും മാർഗമില്ല. അടുത്ത വർഷം വരെ കാത്തിരിക്കണം. ഓശാന വർഷത്തിൽ ഒന്നേ ഉള്ളൂ. അടുത്ത വർഷം ഞാൻ തീരുമാനിച്ചു, ഞാൻ അവിടെ പോയി നിൽക്കില്ല. മോണ്ടളത്തിൻ്റെ ഭാഗത്ത് ഞാൻ പോയി നിൽക്കില്ല. അതിന് പകരം ഞാൻ ജനലിക്കൂടെ ഒളിഞ്ഞു നോക്കി. ഇതെന്താ സംഭവിക്കുന്നറിയണം. പള്ളിക്കകത്തേക്ക് ഒളിഞ്ഞു നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കളി മനസ്സിലായത്. 3ാമത്തെ ചോദ്യത്തിന് കൃത്യം ടൈമിങ്ങിൽ പാവം പിടിച്ച കപ്പ്യാരച്ചൻ വാതിലിൻ്റെ സാക്ഷ മാറ്റിക്കൊടുക്കുന്നത് കൊണ്ടാണ് വികാരിയച്ചൻ നാണം കെടാതെ അകത്ത് കയറുന്നത് എന്ന് മനസ്സിലാക്കി. ഇതുപോലെയാണ് കാര്യങ്ങൾ എന്നേ ഉദ്ദേശിച്ചുള്ളൂ. അകത്ത് നിന്ന് നീ ഒന്ന് കല്ല് മാറ്റാവും. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കണം. നമുക്ക് പറ്റുന്നത് നമ്മൾ ദൈവത്തോട് പറയുകയാണ്, അതവിടെ ഇരുന്നോട്ടെ, അതിന് പുറത്തുള്ളത് കാണിച്ചാൽ മതി. നമ്മളെ അസ്വസ്ഥപ്പെടുത്താതിരിക്കുക. കർത്താവേ, നിനക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന അത്ഭുതമൊക്കെ ചെയ്യേ, ഞങ്ങളെ ഉപദ്രവിക്കാതെ. കാരണം ആ കല്ലിൻ്റെ അകത്ത് ഒരുപാട് ദുർഗന്ധത്തിൻ്റെ കാര്യങ്ങളുണ്ടെന്നേ. പൂർവ്വകാലത്തിൻ്റെ ദുരനുഭവങ്ങൾ, ക്ഷമിക്കാനാകാത്ത ഓർമ്മകൾ, ഞങ്ങൾക്ക് വെറുപ്പുള്ളവരുടെ നീണ്ട ലിസ്റ്റ്, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നത് അവിടെയാ, അകത്ത് ഹൃദയത്തിൻ്റെ അങ്ങേ മൂലയ്ക്ക് വലിയൊരു കല്ലുരുട്ടി വെച്ചിരിക്കുക. അതുകൊണ്ട് അങ്ങോട്ടൊന്നും നീ വരാതെ ഇവിടെ നിന്ന് ചെയ്യുന്നത് ചെയ്യേ. പക്ഷെ ദൈവം ആവശ്യപ്പെടുന്നത് കല്ലുരുട്ടി മാറ്റ്. നമുക്ക് എപ്പോഴും ഉണ്ട് അങ്ങനത്തെ കുറച്ച് രഹസ്യങ്ങൾ. നമുക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ ദൈവത്തിനും അറിയാം അങ്ങനത്തെ രഹസ്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ടല്ലേ വികാരിച്ചന്മാരൊക്കെ വീട്ടിലേക്ക് വീട് വെഞ്ചരിപ്പിന് വരുമ്പോൾ നമുക്കറിയാം, നേരത്തെ അറിയിച്ചിട്ടൊക്കെയാണ്, ലിസ്റ്റൊക്കെ ഇടും, ഏകദേശ സമയമൊക്കെ അറിയിക്കും കൂട്ടായ്മ ലീഡേഴ്സ്. നമ്മുടെ ചേടുത്തിമാർക്കൊക്കെ 2-3 ദിവസത്തെ കഷ്ടപ്പാടാണ്. വീട് മുഴുവൻ അടിച്ച് കഴുകും, എല്ലാം വൃത്തിയാക്കി നല്ല പെർഫെക്റ്റ് ആക്കി വെക്കും, ടൈലൊക്കെ വെട്ടിത്തിളങ്ങും അച്ഛൻ ഹന്നാമ്പളം തളിക്കുമ്പോഴേക്കും. അതുപോലെ നമ്മുടെയൊക്കെ വീട്ടകങ്ങളിൽ ഈ വികാരിയച്ഛൻ്റെ വരവിന് വേണ്ടി, വെഞ്ചരിപ്പിന് വേണ്ടി ആളുകൾ വീടൊരുക്കും. ഇനിയിപ്പോൾ എങ്ങാനും
നേരത്തെ അറിയിക്കാതെ പെട്ടെന്ന് വികാരിച്ചൻ വീട്ടിലേക്ക് കയറി വരിക. ആ സീനൊന്ന് മനസ്സിൽ കണ്ടേ. ഈ അമ്മച്ചിമാരുടെയൊക്കെ മുഖം കാണണം. നല്ല ഒന്നാന്തരം പ്രാകെന്ന് തോന്നിപ്പോകും മുഖത്തേക്ക് നോക്കുമ്പോൾ. ഇഷ്ടപ്പെടത്തില്ല, കാരണം ഡിസോർഡറാണ്. അതുകൊണ്ട് ഈ അമ്മച്ചിമാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മളെ വീടിൻ്റെ ഉമ്മറത്തിരുത്തിയിട്ട് ഈ അമ്മച്ചിമാർ ഓടി അകത്തോട്ട് പോകും. എന്തിനാണെന്നറിയാമോ? കാപ്പി ഇടാൻ പോകുന്നൊന്നുമല്ല. ആദ്യം ചെയ്യുന്നത്, ഈ ബെഡ്റൂമിലോ വീടിനകത്തോ ഒക്കെ അയേൽ തുണി കിടപ്പുണ്ടെങ്കിൽ അതുടനെ വലിച്ചു വാരി എടുത്ത് അതെല്ലാം കൂടെ കിടക്കയിലോട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു ബെഡ്ഷീറ്റ് ഇട്ട് മൂടും. കല്ലുരുട്ടി അടച്ചു വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അത് ചെയ്യും അവർ. വെച്ചിരിക്കുന്ന കണ്ടാൽ തോന്നും ചേട്ടൻ കിടന്നുറങ്ങുമെന്ന് തോന്നത്തുള്ളൂ. അത്ര ഭംഗിയായിട്ട് അത് ക്രമീകരിക്കും. എന്താ സംഭവം? ഇതൊന്നും കാണണ്ട, ഇതൊന്നും ആരും കാണണ്ട. കല്ലുരുട്ടി അടച്ചു വെക്കുകയാണ്. ഈശോ ആവശ്യപ്പെടുന്ന ആദ്യത്തെ കാര്യം, നിന്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതങ്ങൾ ചെയ്യണോ, നീ കല്ലുരുട്ടി മാറ്റ. നമുക്ക് ആ ഒരു എളിമയുണ്ട്. മർത്തായെപ്പോലെ കലഹിക്കാൻ പോകാതെ നമുക്ക് ആ കല്ല് എളിമയോടെ ഉരുട്ടി മാറ്റാം. കല്ലുരുട്ടി മാറ്റിക്കഴിയുക, അതാണ് കുണ്ടുകുളം പിതാവ് പറഞ്ഞിട്ടുണ്ട് ഒരു തവണ. ഇങ്ങനെ കേട്ടതാണ്. കുണ്ടുകുളം പിതാവിൻ്റെ കാലത്തുനിന്ന് നമ്മൾ ജീവിച്ചത്. എന്നാലും ജീവിക്കുന്നത് മറൈൻ ഡ്രൈവിൽ വലിയ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഒക്കെ ആദ്യ കാലങ്ങളിൽ മറൈൻ ഡ്രൈവിൽ വെച്ച് മനോഹരമായൊരു കൺവെൻഷൻ. ധ്യാനം പ്രസംഗിക്കുന്ന അച്ഛൻ ഈ ശുശ്രൂഷയൊക്കെ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, കുറേ അധികം പേരുടെ മുട്ടുവേദന മാറുന്ന ഒരു കൈപൊക്ക്. ഓരോന്നും വിളിച്ചു പറയുകയാണ്, അത് മാറുന്നു, ഈ രോഗം മാറുന്നു, കുറേയേറെ പേരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നു. അങ്ങനെ അനുഭവപ്പെടുന്ന ഒരു കൈബുക്കാണ്, എല്ലാവരും കൈബുക്കാണ്. ഇത് കേട്ടോണ്ടാണ് കുണ്ടുകുളം പിതാവ് വേദിയിലേക്ക് കയറി വരുന്നത്. കുണ്ടുകുളം പിതാവ് വേദിയിലേക്ക് കയറി വന്നിട്ട്, അപ്പോൾ അതുവരെ ധ്യാനഗുരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നു കുറേ പേരുടെ കൈമുട്ട് ശരിയാകുന്നു, കുറേ പേരുടെ നടുവേദന മാറുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കുണ്ടുകുളം പിതാവ് ഇതെല്ലാം കണ്ടിട്ട് മൈക്കെടുത്തിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറയുന്നു കുറേയേറെ പേരെ കർത്താവ് പ്രേരിപ്പിക്കുന്നു, സ്വത്തിൻ്റെ ഒരു വീതം ദരിദ്രർക്ക് പങ്കുവയ്ക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അങ്ങനെ പ്രേരണ കിട്ടുന്ന ഒരു കൈപൊക്ക്. ആരും കൈപൊക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, നമുക്കൊക്കെ ഇഷ്ടം സുഖിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്, അസ്വസ്ഥപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ ആർക്കും വേണ്ട. നമുക്കൊക്കെ ഇഷ്ടം സുഖിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്, അസ്വസ്ഥപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ നമുക്കാർക്കും വേണ്ട. ഇവിടെ ദൈവം ഈശോ ആവശ്യപ്പെടുന്നത് അസ്വസ്ഥപ്പെടുത്തുകയാണ് നമ്മളെ. നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം ഇതാണ്, നമുക്കൊരു വിഷമമുണ്ടായി, അതിന് പുറത്തുള്ള ആശ്വാസമൊക്കെ മതി, ഒന്ന് ആശ്വസിപ്പിച്ചിട്ടൊക്കെ പൊക്കോ കർത്താവേ, തൽക്കാലം മുന്നോട്ട് ജീവിക്കാനുള്ളതൊക്കെ തന്നിട്ട് നീ പൊക്കോ. ക്രമം തെറ്റിക്കാതെ. ദൈവം ക്രമം തെറ്റിക്കുകയാണ്, അസ്വസ്ഥപ്പെടുത്തുകയാണ്, ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുകയാണ്. കാരണം ഉപരി അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടി. സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നൊരു അപകടമുണ്ട്. സ്റ്റോക്ക്ഹോം സിൻഡ്രോം നമുക്ക് ഈ കാലത്ത് ഉണ്ടാകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, സ്റ്റോക്ക്ഹോം എന്ന സ്ഥലത്തെ സൂപ്പർ മാർക്കറ്റിൽ അക്രമികൾ അതിക്രമിച്ച് കയറിയിട്ട് അകത്തുണ്ടായിരുന്നവരൊക്കെ ബന്ദികളാക്കി വെച്ചു. അപ്പോൾ കുറേ മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇവർ രക്ഷിക്കാൻ വേണ്ടി സൈന്യം വന്നു. സൈന്യം വന്നപ്പോൾ സംഭവിച്ച അപകടം എന്താണെന്നറിയാമോ? ഈ രക്ഷിക്കാൻ വന്ന സൈനികരെ ഈ അക്രമികളുടെ കൂടെ ബന്ദികളും കൂടെ ചേർന്ന് ഓടിച്ചു വിടുകയാണ്, തോപ്പിക്കുകയാണ്. തങ്ങളെ ആക്രമിച്ച, തങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഈ ആക്രമികളോട് ബന്ദികൾ സൗഹൃദത്തിലാവുകയാണ്. നിങ്ങൾക്ക് എക്സ്റ്റേണൽ സഹായം വേണ്ട, നമുക്ക് ഈ അപകടം പറ്റും. ചില പാപങ്ങളോട് നമ്മൾ വല്ലാണ്ടങ്ങ് സമരസപ്പെടുകയാണ്. അതിനെ പുറത്താക്കാൻ ദൈവം ഇടപെടാൻ വരുമ്പോൾ നമ്മൾ പറയുകയാണ്, പുറത്ത് നിന്നാൽ മതി, അവിടെ നിന്നുള്ളതൊക്കെ മതി, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, ഞങ്ങൾ പൊരുത്തപ്പെട്ടു, ഞങ്ങൾക്കറിയാം മുന്നോട്ട് പോയി, ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തു. കല്ലുരുട്ടി മാറ്റുക. വിശ്വാസം തുടങ്ങേണ്ടത് അവിടെയാണ്. കല്ലുരുട്ടി മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം നീ കാണും. അസ്വസ്ഥപ്പെടാൻ തയ്യാറാകുന്നതിൻ്റെ പേര് കൂടിയാണ് വിശ്വാസം. ചില താളം തെറ്റലുകൾക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ സുഖസുഷുപ്തിയുടെ ഒരു താളത്തിന് ക്രമം തെറ്റാൻ വേണ്ടി ഞാൻ നിന്നു കൊടുക്കുന്നതിൻ്റെ പേര് കൂടിയാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, വിശ്വസിച്ചാൽ നീ അത്ഭുതം കാണും. കല്ലുരുട്ടി മാറ്റുന്നത് വിശ്വാസമാണ്, ക്രമം തെറ്റിക്കലിൻ്റെ വിശ്വാസമാണ്. വിശ്വാസം രണ്ടാം ഭാഗം അതായിരുന്നു. മൂന്നാമത്തത് പ്രാർത്ഥന, ഈശോയുടെ പ്രാർത്ഥന. അവൾ കല്ലുരുട്ടി മാറ്റി, ദൈവം ഇടപെടാൻ തീരുമാനിച്ചു. ഈശോ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിൽ 4 കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ വചനഭാഗം തന്നെ നമ്മൾ 4ആയിട്ട് തിരിച്ചു. ഇപ്പോൾ ഈശോയുടെ പ്രാർത്ഥനയെ വീണ്ടും 4ആയിട്ട് തിരിക്കുകയാണ്. അത് മനസ്സിലാകണമെങ്കിൽ ആദ്യം നമുക്ക് ആ പ്രാർത്ഥനയിലേക്ക് നോക്കണം.
ഈശോ കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. ഈശോയുടെ പ്രാർത്ഥനയുടെ 4 ശൈലികൾ ഞാൻ പറയട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ 4 ശൈലിയെങ്കിലും കൊണ്ടുവരാവും. പ്രാർത്ഥനയ്ക്ക് ഒരു ഭംഗിയുണ്ടാകും. ചില മനുഷ്യരുടെ വിഷമം അതാണ്. പള്ളിയിൽ പോയി ഇരിക്കുന്നുണ്ട്, എന്നതായി പ്രാർത്ഥിക്കുന്നത്, എങ്ങനെ പ്രാർത്ഥിക്കണം? കുർബാനയാണെങ്കിൽ കുഴപ്പമില്ല, ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ച് അങ്ങ് പ്രാർത്ഥിക്കാം. നൊവേനയാണെങ്കിലും കുഴപ്പമില്ല, ടെക്സ്റ്റ് ഉണ്ടല്ലോ. സ്വസ്ഥമായിട്ട് ബാക്കി ആരുടെയും കൂട്ടില്ലാതെ കുറച്ചു നേരം പള്ളിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുകയാണ്. എന്ത് പ്രാർത്ഥിക്കണം നമുക്ക് അറിഞ്ഞുകൂടാ. ആ നേരത്ത് ഇത്തരം ഫോർമാറ്റുകൾ, ഈശോയുടെ പ്രാർത്ഥനയുടെ ഘടനകൾ നമ്മളെ സഹായിക്കും. ഒന്നാമത്തെ കാര്യം, ഈശോ വിളിച്ച ആദ്യത്തെ വാക്ക് പിതാവേ. പ്രാർത്ഥിക്കാൻ ദൈവ തിരുമുമ്പാകെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആദ്യത്തെ മനോഭാവം, ഞാൻ മകനാണ്, ഞാൻ മകളാണ്, എൻ്റെ അപ്പനോട് ഞാൻ സംസാരിക്കാൻ പോവാണ്. ഈ ഭാവം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായുള്ള ഗുണം എന്താണെന്നറിയാമോ? പ്രാർത്ഥനയിൽ തന്നെ ഉറപ്പ് കിട്ടും. കാരണം പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ മക്കളാണെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിൻ്റെ അവകാശികളും മിശിഹായുടെ കൂട്ടവകാശികളും. പിതാവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ അത് അവകാശ ബോധത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. അപ്പാ എന്ന് വിളിക്കുന്ന ഭാവത്തിൽ വേണം പ്രാർത്ഥന ആരംഭിക്കാൻ. അതുകൊണ്ടല്ലേ നമ്മുടെ സഭയിലെ പ്രാർത്ഥനകളൊക്കെ, ഔദ്യോഗിക പ്രാർത്ഥനകളൊക്കെ ഏത് പ്രാർത്ഥന ചൊല്ലിയാണ് ആരംഭിക്കുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പാ, അബ്ബാ എന്ന് വിളിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ശൈലി അപ്പാ എന്ന് വിളിക്കുന്ന ശൈലി, അതുണ്ടാകണം. രണ്ടാമത്തെ ശൈലി, ഈശോ നേരെ കയറി കാര്യം പറയുന്നില്ല. ഈശോ എന്താ ചെയ്യുന്നത്? കർത്താവേ, പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഏതിന്? പഴയതിന്. പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ അനുഗ്രഹിച്ചതിന്, എൻ്റെ പ്രാർത്ഥനകൾക്ക് കാതോർത്തതിന് ഞാൻ നിനക്ക് ഇപ്പോഴേ നന്ദി പറയുന്നു. ആ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും നീ കേൾക്കുമെന്ന് എനിക്കറിയാം. എന്നിട്ടാണ് കാര്യം പറയുന്നത്. പള്ളിക്കകത്തൊരു വലിയമ്മച്ചി വന്നിരുന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ചോദിക്കുന്നു, എന്ത് പറ്റി, എന്താ ഇങ്ങനെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത്? അമ്മയുടെ ഉത്തരം, കെട്ടിച്ചു വിട്ട മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. കെട്ടിച്ചു വിട്ട മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. അതിൻ്റെ പേരിൽ ബഹളം വെച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അമ്മ പ്രാർത്ഥിക്കേണ്ട ശൈലി, ഈശോയെ, പിതാവേ, നീ എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തന്നല്ലോ, നന്ദി. അടുത്തത്, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നീ 3 മക്കളെ സമ്മാനമായി തന്നില്ലേ, നിനക്ക് നന്ദി. ആ 3 മക്കളെയും നന്നായി വളർത്താൻ നീ ഞങ്ങളെ സഹായിച്ചില്ലേ, നിനക്ക് നന്ദി. ഞങ്ങളുടെ മക്കൾക്ക് നല്ല ജീവിത പങ്കാളികളെ നീ തന്നില്ലേ, നിനക്ക് നന്ദി. ഇപ്പതേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ട്. പൂർവ്വകാലത്തിൻ്റെ നന്മകളെ ഓർത്ത് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ആ ശൈലിയില്ല. നമുക്കൊരാവശ്യം വരുന്നു, ആ നേരത്തൊരു ബഹളമാണ് പ്രാർത്ഥന. അങ്ങനല്ല. ഇത്രയും കാലം ഇവിടം വരെ നമ്മളൊക്കെ എത്തിയത് എന്തുകൊണ്ടാണ്? കർത്താവ് സഹായിച്ചത് കൊണ്ടാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നതുകൊണ്ടാണ്. അത് തിരിച്ചറിയേ, അത് ഏറ്റുപറയ ദൈവത്തോട്. നമുക്കത് മറന്നു പോവാണ്. നന്ദികെട്ട പ്രാർത്ഥനയാണ് പലപ്പോഴും. ആ ഒരു വികാരമില്ല പ്രാർത്ഥനയുടെ നേരത്ത്. ഇതിനു മുമ്പൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ നീ എനിക്ക് ഉത്തരം തന്നിട്ടുണ്ടല്ലോ, അതെൻ്റെ വിശ്വാസമാണ്, അതെൻ്റെ ഉറപ്പാണ്. ഇങ്ങനൊരു കാര്യം. രണ്ടാമത്തെ ശൈലി അതാണ്. മൂന്നാമത്തെ ശൈലി, പ്രാർത്ഥനയുടെ പർപ്പസ് വെളിപ്പെടുത്തണം. പ്രാർത്ഥനയുടെ ഉദ്ദേശം ദൈവത്തോട് പറയണം. എന്തുകൊണ്ട്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ ദൈവത്തിന് അറിയാമേലേ, പിന്നെ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്? ഈശോ തന്നെ പറഞ്ഞില്ലേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. വെളിപ്പെടുത്ത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്ത്. ആ ആഗ്രഹങ്ങൾ ഈശോ തന്നെ വെളിപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് പിതാവേ നീ ഈ അത്ഭുതം എനിക്ക് വേണ്ടി ചെയ്തു തരണം? എന്തുകൊണ്ട്? അത് കേവലം ലാസറിന് വേണ്ടി മാത്രമല്ല, കേവലം മർത്തായ്ക്കും മറിയത്തിനും വേണ്ടി മാത്രമല്ല, മറിച്ച് ആ പർപ്പസിനെ, പ്രാർത്ഥനയുടെ ഉദ്ദേശത്തെ വളരെ സാർവത്രികമാക്കുന്ന കണ്ടോ ഈശോ പറയുകയാണ്, ഇത് കണ്ടിട്ട് ചുറ്റുമുള്ളവർ വിശ്വസിക്കാൻ വേണ്ടി പിതാവേ നീ എനിക്ക് വേണ്ടി ഈ അത്ഭുതം ചെയ്തതാ. വീട്ടിൽ ക്യാൻസറാണ്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? കർത്താവേ ഈ ക്യാൻസർ
നിന്റെ കരങ്ങളാൽ സുഖപ്പെടുന്നത് വഴി ചുറ്റുമുള്ളവർ വിശ്വസിക്കാൻ വേണ്ടി നീ അത്ഭുതം ചെയ്യണേ. ഞങ്ങളുടെ അപ്പൻ്റെ ആയുസ് കെട്ടുപോകാതിരിക്കാൻ വേണ്ടി മാത്രമല്ല ഇത് ചെയ്യേണ്ടത്. പ്രാർത്ഥനയുടെ ഉദ്ദേശത്തെ വിപുലപ്പെടുത്തണം, പ്രാർത്ഥനയുടെ ഫലത്തെ വിപുലപ്പെടുത്തണം. അതൊരു ശൈലിയാണ്. ഒരുപാട് നന്മകളുണ്ടാകും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ. ഒടുവിൽ നാലാമത് വിശ്വാസത്തോടെ ഒരു പ്രഖ്യാപനമാണ്. നമ്മൾ ഇവിടം വരെയൊക്കെ എങ്ങനെയും കഷ്ടപ്പെട്ടെത്തും. നാഞ്ഞു പിടിച്ചാൽ നമ്മളെ കൊണ്ട് ഇവിടം വരെയൊക്കെ എത്തിക്കാൻ പറ്റും. ഒരു ആത്മീയ വളർച്ചയിൽ പിതാവേ എന്ന് വിളിക്കാം, പൂർവ്വകാല നന്മകളെ ഓർത്ത് പറയാം. മൂന്നാമത് നമ്മൾ പറഞ്ഞ ശൈലി എന്തായിരുന്നു? പർപ്പസ്, പ്രാർത്ഥനയുടെ ഉദ്ദേശം വെളിപ്പെടുത്താം, വിപുലപ്പെടുത്താം, ഇവിടം വരെയൊക്കെ എത്തും. നാലാമത്തെ ശൈലി എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന ഉറപ്പിൽ ഉച്ചത്തിൽ പറയാൻ പറ്റണം, ലാസറേ ഇറങ്ങി വാ. അതാണ് നമ്മളെ കൊണ്ട് പറ്റാത്തത്. ചില മനുഷ്യരെ കൊണ്ട് പറ്റുന്നതാണ്. ഈ 3 ഘട്ടം അങ്ങോട്ട് കഴിയുമ്പോഴല്ലോ ചില മനുഷ്യർക്ക് ഈ ആത്മീയ കരുത്ത് അങ്ങോട്ട് കിട്ടും. നമ്മൾ അത്ഭുതപ്പെടാറില്ലേ? ചില അച്ഛന്മാർ, ചില പ്രാർത്ഥന വ്യക്തികൾ, പ്രാർത്ഥിക്കുന്ന മനുഷ്യർ, എന്തുറപ്പല്ല ഇവരിത് പറയുന്നത്? എങ്ങനെ നാണം കെട്ട് പോയാലോ? നമ്മുടെ പേടി അതാണ്. പറഞ്ഞാണോ ഇത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നടന്നില്ലെങ്കിൽ പോയില്ല. നമ്മുടെ ഇമേജ്, ഇവർക്ക് ഇമേജ് ഇല്ല, പ്രശ്നമില്ല. കാരണം എൻ്റെ അപ്പൻ എനിക്ക് ഇതിനു മുമ്പൊക്കെ സാധിച്ച് തന്നിട്ടുണ്ട്, ഇനിയും എനിക്ക് സാധിച്ച് തരും. കാരണം ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, ചുറ്റുമുള്ളവർ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഉറപ്പ് കിട്ടിയവൻ പിന്നെ മുഖത്ത് നോക്കി പറയും, ലാസറേ ഇറങ്ങി വാ, രോഗം പോട്ടെ, കണ്ണീര് മായട്ടെ, പ്രഖ്യാപിക്കും. പിന്നെ ആ ദൈവം അതാ ഞൊടിയിടയിൽ സാധിച്ചു കൊടുത്തിരിക്കും. ദൈവം, അതാണ് സംഭവം. ഇതാണ് പ്രാർത്ഥനയുടെ പവർ. നമ്മളൊക്കെ ഇനി ഒരുപാട് വളരാനുണ്ട് ആ നിലവാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പ്രാർത്ഥിക്കാം, കർത്താവെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ശിഷ്യന്മാരുടെ പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. അപ്പോൾ മൂന്നാമത്തെ കാര്യമായിരുന്നു നമ്മൾ ചിന്തിച്ചത് പ്രാർത്ഥന. ഈ കരുത്തുള്ള പ്രാർത്ഥന നടക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വിമോചനം സാധ്യമാകും. ലാസർ ചുമ്മാ ഇറങ്ങി വരികയായിരുന്നില്ല. ലാസറിനെ കുറിച്ച് പറയുന്നത്, ലാസർ വന്നപ്പം അവൻ്റെ മുഖം മറച്ചിരുന്നു, ദേഹം മുഴുവൻ കെട്ടി വരിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ കെട്ടുകൾ ദൈവം പറഞ്ഞു പൊട്ടിക്കാൻ. അവിടെയാണ് ക്ലൈമാക്സ്. കേവല അത്ഭുതമല്ല. അത്ഭുതം നമ്മൾ നോക്കുന്ന എവിടെയാ? ലാസർ എണ്ണീറ്റ് നിന്നില്ലേ, അതല്ലേ അത്ഭുതം? അല്ല, അവിടെ കൊണ്ട് തീരുന്നില്ലെന്നേ സംഭവം. ഇനിയും കെട്ടുകൾ പൊട്ടിക്കാനുണ്ട്. നിന്റെ വീട്ടിൽ രോഗം മാറി, ലോൺ അടച്ചു, നിനക്ക് വീട് പണി തന്നു കർത്താവ്. നമ്മുടെ പ്രശ്നം അവിടെ കൊണ്ട് തീരുകയാണ്. കർത്താവ് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്, കെട്ടുകൾ പൊട്ടിക്കുക. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് പോയി. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഭൗതികമായ എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞിട്ടും പിന്നെയും പിശാചിൻ്റെ കെട്ടിനകത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിലോ, പാപത്തിൻ്റെ കെട്ടുപാടുകൾ പൊട്ടിച്ച് ദൂരെ അറിയാതെ പിന്നെയും അതിനകത്ത് നിന്നാലോ കാര്യമുണ്ടോ? ഈ അത്ഭുതം പ്രയോജനപ്പെടുവോ? ഇവൻ്റെ മുഖം മറച്ചു, ഇവൻ്റെ ദേഹം മുഴുവൻ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇവന് നന്മ ചെയ്യാൻ പറ്റുമോ? ലോകം കാണാൻ പറ്റുമോ? ഒന്നും നടക്കത്തില്ല. ചിലപ്പോൾ അത് സംഭവിക്കും. അനുഗ്രഹം കിട്ടി, പക്ഷെ ഉപകാരപ്പെടത്തിൻ്റെ കാരണം ഈ പാപത്തിൻ്റെ കെട്ടുപൊട്ടിക്കണം. ചില അടിമത്തത്തിൻ്റെ ബന്ധനങ്ങളെ, ചങ്ങലകളെ പൊട്ടിച്ചെറിയണം. അതാണ് ക്ലൈമാക്സ്. പ്രിയമുള്ളവരെ, 4 വാക്കുകളിലേക്ക് ഈ വചനഭാഗത്തെ ഞാൻ ചുരുക്കിയായിരുന്നു. ഒന്നാമത്തത്, ദൈവത്തിൻ്റെ കരുണ. എൻ്റെ കണ്ണീര് ഒഴുകുന്ന നേരത്തൊക്കെ അവൻ എൻ്റെ ചാരത്തിരുന്ന് എന്നെ ഓർത്ത് എനിക്ക് വേണ്ടി നൊമ്പരപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. 2, വിശ്വാസം. അതെങ്ങനെയുള്ള വിശ്വാസം? ആശ്വസിപ്പിക്കുന്ന വിശ്വാസമല്ല, അസ്വസ്ഥപ്പെടുത്തുന്ന വിശ്വാസം ഈ കാലത്ത് ആവശ്യമുണ്ട്. അസ്വസ്ഥപ്പെടുത്തുന്ന വിശ്വാസം. 3, പ്രാർത്ഥനയ്ക്ക് തന്നെ നമ്മളിന് സബ് ഡിവിഷൻസ് പറഞ്ഞു. പ്രാർത്ഥനയുടെ 4 മാനങ്ങൾ. 1, അപ്പ എന്ന് വിളിക്കണം. 2, നന്ദി പറയണം. 3, പർപ്പസ് വെളിപ്പെടുത്തണം, ഉദ്ദേശം പറയണം. 4, അങ്ങ് പ്രഖ്യാപിക്കണം വിശ്വാസത്തോടെ. ഒടുവിൽ പറഞ്ഞ കാര്യം, അത്ഭുതം പൂർണ്ണമാകുന്നത് വിമോചനം സാധ്യമാകുമ്പോഴാണ്. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഏറെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒടുവിലത്തെ കാര്യം, കെട്ടുപൊട്ടിക്കാൻ, അടിമത്തത്തിൻ്റെ നരകച്ചങ്ങലകളെ പൊട്ടിച്ചെറിയാൻ ഞങ്ങൾക്ക് ഇനിയും കഴിയാതെ വരുന്ന കർത്താവേ, അത്ഭുതം അവിടെ പൂർത്തിയാകട്ടെ, പൂർണ്ണമാകട്ടെ. ആമീൻ.